ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് IT ക്വിസ് നോക്കാം. അപ്പോൾ 2025 IT ക്വിസിൻ്റെ ഭാഗമായിട്ട് ഞാൻ നടത്തുന്ന ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ പോകാം IT ക്വിസിലേക്ക്. നമുക്കപ്പോൾ ഒന്നാമത്തെ സ്കൂൾ ശാസ്ത്രോത്സവം 2019 ചോദ്യോത്തരമാണ് ഇത്. ഓക്കെ, അപ്പോൾ IT മേള 2019 പ്രശ്നോത്തരി UP വിഭാഗം ഉപജില്ലത്തരി. ഓക്കെ, UP വിഭാഗം മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആകെ ചോദ്യങ്ങൾ 25 ചോദ്യങ്ങളാണ് ആദ്യം ഉള്ളത്. ഓരോ ചോദ്യത്തിനും 1 മാർക്ക് വീതമേ ഉള്ളൂ. മത്സരം പൂർത്തിയാക്കുമ്പോൾ തുല്യത പാലിച്ചാൽ മത്സരം ടൈ ബ്രേക്കർ. പ്രസന്റേഷൻ മോഡൽ പ്രവർത്തിക്കുവാൻ F5 അമർത്തുക. IT മേള 2019 അത് വായിക്കും. ഇത് അപ്പോൾ നമുക്ക് ഏതായാലും തുടങ്ങാം. കുറച്ച് സമയമുണ്ട്. അപ്പോൾ തുടങ്ങാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഒന്നാമത്തെ ചോദ്യം. ജ്യാമിതീയ രൂപങ്ങൾ തയ്യാറാക്കാനും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യാനും സഹായിക്കുന്ന ഒരു സോഫ്റ്റ് വെയറിൻ്റെ ലോഗോയാണ് ചിത്രത്തിലുള്ളത്. ഈ സോഫ്റ്റ് വെയറിൻ്റെ പേരെന്ത്? അപ്പോൾ ഈ സോഫ്റ്റ് വെയറിൻ്റെ പേരാണ് ചോദിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം അല്ലേ, ജിയോജിബ്ര അല്ലേ? എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആൻസർ ജിയോജിബ്ര എന്നാണ് ഇതിൻ്റെ ഉത്തരം വരുന്നത്. ജിയോജിബ്ര. ഓക്കെ, ആൻസർ വരുന്നത് ജിയോജിബ്ര. ക്വസ്റ്റ്യൻ നമ്പർ 2. ക്വസ്റ്റ്യൻ നമ്പർ 2ലാണ് അടുത്തത്. ക്വസ്റ്റ്യൻ നമ്പർ 2 എന്താണെന്ന് വെച്ചാൽ 2005 ജൂലൈ 28 ഉദ്ഘാടനം ചെയ്ത കേരളത്തിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള വിദ്യാഭ്യാസ ചാനൽ ആണ് വിക്ടേഴ്സ്. അതെല്ലാവർക്കും അറിയാലോ. 2005 ജൂലൈ 28 ഉദ്ഘാടനം ചെയ്ത കേരളത്തിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള വിദ്യാഭ്യാസ സ്ഥാനമാണ് വിക്ടേഴ്സ്. ആരാണ് ഈ ചാനൽ ഉദ്ഘാടനം ചെയ്തത്? എല്ലാവർക്കും അറിയാമല്ലോ വിക്ടേഴ്സ് ഏത് ചാനലാണെന്ന്. അപ്പോൾ ആൻസർ ഡോക്ടർ APJ അബ്ദുൽ കലാം. ഈ വ്യക്തിയാണ് ഇത് വിക്ടേഴ്സ് എന്ന് പറയുന്ന ഇതാക്കിയത് ആദ്യം തുടങ്ങിയത്. വിക്ടേഴ്സ് എന്ന് ബോർഡൊക്കെ വെച്ചിട്ട് APJ അബ്ദുൽ കലാം ആസാദ്. ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 3. CDAC എന്ന സർക്കാർ സ്ഥാപനത്തിൻ്റെ നേതൃത്വത്തിൽ ഭാരതത്തിൽ വികസിപ്പിച്ച സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത്? ഒരു സിസ്റ്റമാണ് CDAC എന്ന സർക്കാർ സ്ഥാപനത്തിൻ്റെ നേതൃത്വത്തിൽ സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഇത്. അപ്പം അതിൻ്റെ ഉത്തരമാണ് പറയാൻ പോകുന്നത്. ഭാരത് ഓപ്പറേഷൻ സിസ്റ്റം സൊല്യൂഷൻ. ബോസ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഷോർട്ട് ഫോം. B ഭാരത്, O ഓപ്പറേഷൻ, C സിസ്റ്റം, S സൊല്യൂഷൻ. ഓക്കെ, അടുത്ത ചോദ്യം. ഭാഷയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ 2016 മുതൽ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് മഹർഷി ബാദരായണൻ പുരസ്കാരം. ഈ വർഷത്തെ പുരസ്കാരം ലഭിച്ചതിൽ ഒരാൾ സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിങ്ങിൻ്റെ പ്രവർത്തകനാണ്.
ആരാണ് അദ്ദേഹം? ഇയാളാണിത്. ഈ പിക്ചറിൽ കാണുന്നതാണ് കമ്പ്യൂട്ടിങ്ങിൻ്റെ പ്രവർത്തകൻ എന്നറിയപ്പെടുന്ന ആൾ. 2011 ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് മഹർഷി ബാദരായണൻ പുരസ്കാരം. 2014 ഏർപ്പെടുത്തിയ ഭാരതീയ പുരസ്കാരം. ഈ വർഷത്തെ പുരസ്കാരം ഇയാൾക്കാണ് അത് ലഭിച്ചത്. അപ്പോൾ ഇയാളെ പേരാണ് ചോദിക്കുന്നത്. സന്തോഷ് തോട്ടിങ്ങൽ. ഇയാളെ പേര് സന്തോഷ് തോട്ടിങ്ങൽ എന്നാണ്. ഇതിൻ്റെ ഉത്തരം വരുന്നത് സന്തോഷ് തോട്ടിങ്ങൽ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കുട്ടികളുടെ ഒരു IT ക്ലബിൻ്റെ ലോഗോയാണിത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ IT കൂട്ടായ്മയാണിത്. ഈ IT കൂട്ടായ്മയുടെ പേര്. അപ്പോൾ എല്ലാവരും ഈ ചിത്രം കണ്ടിട്ടുണ്ടാവുമല്ലോ, ഈ പക്ഷി നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ ടീച്ചറോട് ചോദിച്ചാൽ മതി എന്നാണ് ടീച്ചറിൻ്റെ പേര് എന്നാലും ചോദിച്ചാൽ ടീച്ചർ പറയല്ലേ. അപ്പോൾ നിങ്ങളെ സ്കൂളിൻ്റെ കമ്പ്യൂട്ടറിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊരു ക്ലബ്ബാണ്. ഈ ഫോട്ടോയിൽ കാണുന്ന ഒരു ക്ലബ്ബാണ്. അതിൻ്റെ പേരാണ് ചോദിക്കുന്നത്. അപ്പോൾ ആൻസർ ലിറ്റിൽ കൈറ്റ്സ് ആണ്. ഇതിൻ്റെ ലിറ്റിൽ കൈറ്റ്സ് എല്ലാവരും ഈ വെക്കേഷൻ സമയത്തൊക്കെ എല്ലാവരും കണ്ട ഒരു സാധനമാണ്. TV-യിലൊക്കെ കണ്ട് പഠിക്കുന്ന ഒരു സാധനമാണ് ഇത് അല്ലേ. കൊറോണ സമയത്തൊക്കെ ഇതുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 6ാമത്തെ ചോദ്യം. വെബ് ബ്രൗസിങ്ങിന് സഹായകമായ ചില സോഫ്റ്റ്വെയറുകളുടെ സൂചന ചിത്രങ്ങളാണിവ. ഈ സോഫ്റ്റ്വെയറുകളുടെ പൊതുവായ പേരുണ്ട്. ഗൂഗിള്, യാഹോ, ബിങ്, വെബ് കോളർ. ഈ 4 ഇതിൻ്റെ പേരാണ് ചോദിക്കുന്നത്. സെർച്ച് എഞ്ചിനുകൾ. ഒരു വാക്കിലെ പറയൂ. സെർച്ച് എഞ്ചിനുകൾ. അതിൻ്റെ ഫുൾ ഫോം ആണ്. എല്ലാൻ്റെയും വെബ്സൈറ്റിൻ്റെ എല്ലാൻ്റെയും ഇതാണ് സെർച്ച് എഞ്ചിനുകൾ. ഓക്കെ. അടുത്തത് ഓൺലൈൻ സേവനം ലഭ്യമാക്കുന്ന ഒരു വെബ്സൈറ്റിൻ്റെ ചിത്രം കാണുക. ഈ സേവനമാണ് ഈ വെബ്സൈറ്റ് തരുന്നത്. ഓളം എന്ന് പറഞ്ഞൊരു ഇതിൽ ചിത്രം കാണുന്നുണ്ടല്ലേ. ഏതാണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ഉത്തരം നിഘണ്ടു എന്ന് ആണ് അതിൻ്റെ പേര്. ഈ ഓളം എന്ന് എഴുതിയ ഈ സാധനത്തിൻ്റെ പേര് അതിവേഗം ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു. ഇവിടെ എഴുതിയിട്ടുണ്ട് മലയാളം നിഘണ്ടു, ഇംഗ്ലീഷ് മലയാളം. ഓക്കെ. അപ്പോൾ എല്ലാവരും പഠിക്കുക. അടുത്തത് ഇന്ത്യൻ ബഹിരാകാശ സംഘടന അല്ലെങ്കിൽ ISRO ഭൂമിശാസ്ത്ര പഠന സഹായകമായ ഒരു വെബ്സൈറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പേരുണ്ട് ISRO ഭൂമിശാസ്ത്ര പഠനത്തിനായിട്ട് ഒരു വെബ്സൈറ്റ്. അതിന് സഹായമായിട്ട് ഒരു വെബ്സൈറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ മാപ്പ് കാണുന്നതാണ് അതിൻ്റെ വെബ്സൈറ്റ്. അപ്പോൾ ഈ വെബ്സൈറ്റിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുന്നത്. ഇന്ത്യൻ ജിയോ പ്ലാറ്റ്ഫോം ഓഫ് ISRO നല്ല എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഏതാണ് ഉത്തരമെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഹിന്ദിയിലാണ് കേട്ടോ. ബഹുവാൻ എന്നാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ 9ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ആമസോൺ കമ്പനിയുടെ പ്രസിദ്ധമായ ഇ-ബുക്ക് റീഡറിൻ്റെ പേരെന്താണ്? അപ്പോൾ ചോദിക്കുന്നത് എന്താ വെച്ചാൽ ആമസോൺ എന്നാ തോന്നുന്നു. ആമസോൺ കമ്പനി. അപ്പോൾ നിങ്ങൾ ആമസോൺ കമ്പനി അറിയില്ലേ, ഈ ഡെലിവറി എല്ലാം ഇതെല്ലാക്കുന്നത്. അതിൻ്റെ ആ കമ്പനിയുടെ പ്രസിദ്ധമായ ഇ-ബുക്ക് റീഡർ ഈ ഒരു പേരിൻ്റെ പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. ഫുൾ പേരാണെന്ന് തോന്നുന്നു, നമുക്കറിയില്ല, നോക്കാം. ഇതിൻ്റെ പേരാണ് കിൻഡൽ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇതിൻ്റെ പേര് എന്ന് വെച്ചാൽ ഇതേപോലെയാണ് ഉണ്ടാവുക. ഇംഗ്ലീഷിലാണ് ഉണ്ടാവുക. കിൻഡൽ എന്നാണ് ഇതിനെ പറയുക. അടുത്തത് വളരെ പ്രശസ്തമായ ഒരു മൊബൈൽ ഗെയിമിൻ്റെ ഒഫീഷ്യൽ ട്രെയിലറാണ് നിങ്ങൾ കാണുന്നത്. ഗെയിമിൽ അപ്പോൾ നിങ്ങളെല്ലാവരും ഗെയിമെല്ലാം കളിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഗെയിമിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുന്നു. നോക്കാം നമുക്ക്. ഇതിൻ്റെ പേരാണ്
പബ്ജി 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 എന്നാണ് ഇതിൻ്റെ പേര്. PUBG പബ്ജി എന്നാണ് ഇതിൻ്റെ പേര്. പബ്ജി അല്ല പബ്ജി. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും ഓർത്ത് വെക്കുക, ഇതാണ് ഇതിൻ്റെ പേര്. ഇന്ത്യയുടെ ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരിയാണ് ചിത്രത്തിൽ. അമേരിക്കയുടെ നാസ ഇവരെ ആദരിക്കുന്നതിനായി SGI അൾട്ടിക്സ് 3000 എന്ന സൂപ്പർ കമ്പ്യൂട്ടറിന് ഇവരുടെ പേര് നൽകി. ഈ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേര് ഇയാളെ അറിയോ? സുനിത വില്യംസ് അല്ലെ കൽപ്പന ചൗളയാവുന്നു. ഇയാൾ പേര് ശരിക്കറിയില്ല. അമേരിക്കക്കാരിയാണ് ഇയാൾ. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരിയാണ് ഈ വ്യക്തി. അപ്പോൾ ഈ വ്യക്തി നാസ ഇതുവരെ ആദരിക്കുന്നതിന് SGI അൾട്ടിക്സ് 3000 എന്ന സൂപ്പർ കമ്പ്യൂട്ടറിന് ഇവരുടെ പേര് നൽകിയിട്ടുണ്ട്. ഒരു SGI അൾട്ടിക്സ് 3000 എന്ന സൂപ്പർ കമ്പ്യൂട്ടർ എന്നൊരു കമ്പ്യൂട്ടറിന് അതിന് ഇവരെ പേരാണ് നൽകിയത്. അപ്പോൾ ആ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേരെന്തെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ KC സൂപ്പർ കമ്പ്യൂട്ടറിന് ഇതിൻ്റെ 512 പ്രോസസ് 1.G GHz സിംഗിൾ സിസ്റ്റം ഇമേജ് സൂപ്പർ കമ്പ്യൂട്ടർ സിൽസൺ ഗ്രാഫിക്സ് അൾട്ടിക്സ് 3000 കൽപ്പന ചൗളക്കാണ് ഇത് കൊടുത്തത്. കൽപ്പന ചൗളയുടെ പേരാണല്ലോ ഇത്. അപ്പോൾ എന്തെല്ലാം ഉണ്ടെന്നാണ് ഇതിൻ്റെ അത് പറയുന്നത്. 512 പ്രോസസ് 1.5 GHz സിംഗിൾ സിസ്റ്റം ഇമേജ് സൂപ്പർ കമ്പ്യൂട്ടർ സിലിസൺ ഗ്രാഫിക്സ് അൾട്ടിക്സ് 3000 കൽപ്പന ചൗള KC. ഈ കമ്പ്യൂട്ടറിൻ്റെ ഒരു പേരിൻ്റെ മുമ്പിൽ KC സൂപ്പർ കമ്പ്യൂട്ടറിനും പേരുണ്ട്. അപ്പോൾ അടുത്തത് ഷോപ്ഹിയ ഒരു ഹ്യൂമൻ റോബോട്ട് ആണ്. ഈ വികസിപ്പിച്ച കമ്പ്യൂട്ടറിൻ്റെ പേര്. ഈ ചിത്രത്തിൽ കാണുന്നത് ഒരു റോബോട്ടാണ്. ഷോപ്ഹിയ ഒരു ഹ്യൂമനോയിഡ് റോബോട്ടാണ് ഇത്. അപ്പോൾ ഈ റോബോട്ട് ഉണ്ടാക്കിയ കമ്പനീൻ്റെ പേരാണ് ചോദിക്കുന്നത്. കമ്പനി പേരാണ് ഹാൻസൺ റോബോട്ടിക്സ് ഹോങ്കോങ്. ഏതാണ് ഈ കമ്പനീൻ്റെ ലോഗോ? ഹാൻസൺ റോബോട്ടിക്സ്. ഈ കമ്പനീൻ്റെ ഇതിൻ്റെ ഫുൾ നെയിമാണ് ഹാൻസൺ റോബോട്ടിക്സ് ഹോങ്കോങ്. അടുത്തത് വിവിധ ഭാഷകളിലുള്ള നിഘണ്ടുകൾ ഓൺലൈനിൽ സൗജന്യമായി തരുന്ന ഒരു വെബ്സൈറ്റിൻ്റെ ലോഗോയാണ് ചിത്രത്തിലുള്ളത്. ഈ വെബ്സൈറ്റിൻ്റെ പേരുണ്ട്. ഈ ലോഗോയിലെ ഒരു വെബ്സൈറ്റിൻ്റെ പേരുണ്ട്. ആ വെബ്സൈറ്റിൻ്റെ പേരാണ് ഇതിനകത്ത് ചോദിക്കുന്നത്. അപ്പോൾ ചില ആൾക്ക് പിടികിട്ടിട്ടുണ്ടാവും. നമുക്കപ്പോൾ ഉത്തരം നോക്കാം. ഇതിൻ്റെ പേരാണ് wiktionary.org. ഇംഗ്ലീഷ് ഫ്രാൻസിസ് ഡെസ്റ്റോൾസ്കി ചൈന. ഇത് എന്തെല്ലോ ഉണ്ട് ഭാഷകൾ, കുറേ ഭാഷകളിലാണ് wiktionary.org. അത് 14ാമത്തെ ചോദ്യം. കീബോർഡിൽ ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കീകൾക്ക് പുറമെ മുകളിലത്തെ വരിയിലായി F1 F2 എന്നിങ്ങനെ ഫംഗ്ഷൻ കീകൾ ഉണ്ടാകും. സാധാരണ കീബോർഡിൽ എത്ര ഫംഗ്ഷൻ കീകളാണുള്ളത്? അപ്പം നിങ്ങളിവിടെ കാണുന്നത് ഒരു കീബോർഡാണ്. ഇതിനകത്ത് ചോദിക്കുന്നത് F1 F2 എന്നിങ്ങനെ ഫംഗ്ഷൻ കീകൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. F1 ഇവിടെ കണ്ട ഒരു 7 കണ്ട, ഇതാണിത്. ഇതിപ്പോൾ നിങ്ങൾക്ക് തിരിയൂല ഇതുണ്ടായതുകൊണ്ട്. ഇതാണ് ഈ ആരോ ഇട്ടിട്ടില്ലേ, അങ്ങനെ കണ്ടാൽ മതി. നമുക്ക് ഈ ആരോ ഇട്ടിട്ട് അതാണ് എന്ത് ഈ F1 F2. അപ്പം സാധാരണ ഇത് വേറെ തരം ഒരു കീബോർഡാണ് ഇത്. അപ്പോൾ സാധാരണ കീബോർഡിൽ ഫംഗ്ഷൻ കീകളാണ് ഉള്ളത് അല്ലേ? സോറി, സാധാരണ കീബോർഡിൽ എത്ര ഫംഗ്ഷൻ കീകളാണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ F1 F2 F3 F4 F5 F6 F7
ടെന്ന് വരെ ഉണ്ടോ എന്ന് ചോദിക്കുന്നവർ. അപ്പോൾ നമുക്ക് നോക്കാം എത്ര കീകളുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കീകളുള്ളത് F1, F2, F3, F4, F5, F6, F7, F8, F9 അല്ല F2യും F6ഉം F10ഉം. സാധാരണ കീബോർഡിൽ ഈ 3 ഫങ്ഷൻ കീകളേ ഉള്ളൂ. ഒന്ന് F10ഉം F6ഉം F3യും. ആ 3 ഫങ്ഷൻ കീകളെ ഉണ്ടാക്കില്ല. ഞാൻ വിചാരിച്ചു വല്ലെന്ന്. അപ്പോൾ അടുത്തത് കമ്പ്യൂട്ടർ മെമ്മറിയുടെ യൂണിറ്റാണ് ബൈറ്റ്സ്. 10-12 ബൈറ്റ്സ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഈ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി യൂണിറ്റാണ് ബൈറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ 10-25 നോക്കാം. 10/12 ബൈറ്റ്സ് ഈസ് ഈക്വൽ ടു 1 ടെറാബൈറ്റ്. ഇതാണ് അതിൻ്റെ ഉത്തരം. വിവിധ ചിത്രത്തിൽ ഫോർമാറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇവയിൽ ആനിമേഷൻ ചിത്രങ്ങളെ സൂചിപ്പിക്കുന്നത് ഇതിനകത്ത് കുറേ ഉണ്ടല്ലേ. GIF, JPG, BMP, PNG. ഇതിനകത്ത് ഏതാണ് ആനിമേഷൻ ചിത്രങ്ങളെ സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറയുന്നത് BMP ആണ്. GIF ആണ് ഇതിൻ്റെ ഉത്തരം വരുന്നത്. അടുത്തത്. അപ്പോൾ അടുത്ത ഈ ചോദ്യം കൂടി കഴിഞ്ഞിട്ട് നിങ്ങളെ വീഡിയോയുടെ അവസാനം ഒരു ബോണസ് ക്വസ്റ്റ്യൻ നിങ്ങൾക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് കമൻറ്റ് ഇടുന്നവർക്ക് എന്താ പറയുക, നല്ലൊരു കയ്യടി നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്നും തരുന്നതാണ്. അപ്പോൾ പേര് വായിക്കും. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഇത് കഴിഞ്ഞാൽ 18ാമത്തെ ചോദ്യം എൻ്റെ ലാസ്റ്റ് ചോദ്യമാണ്. അപ്പോൾ അതാണ് ബോണസ് ക്വസ്റ്റ്യൻ. അത് കിട്ടണം. ഓക്കെ. നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കി നമ്മുടെ മൊബൈൽ ഫോണുകളിലും മാറ്റം പ്രവർത്തിക്കുന്ന ഒരു സോഫ്റ്റ്വെയറിൻ്റെ ലോഗോയാണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത്. ഇതിൻ്റെ പേരാണ് ചോദിക്കുന്നത്. ഇത് ആർക്കായാലും അറിയും. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ പേരെന്താണെന്ന്. ഗൂഗിൾ അസിസ്റ്റൻറ്റ്. ഹായ് ഹൗ ക്യാൻ ഐ ഹെൽപ്പ്? നിങ്ങൾ ഇപ്പം മൈക്കെല്ലാം എടുത്തിട്ട് ചോദിക്കുമല്ലേ അവരോട്, എനിക്ക് ഹോംവർക്ക് പറഞ്ഞത്. അതാണ് ഈ സാധനം, ഗൂഗിൾ അസിസ്റ്റൻറ്റ്. ഓക്കെ. അടുത്തത് നിങ്ങൾക്കായിട്ടുള്ള ബോണസ് ക്വസ്റ്റ്യൻ ആണ്. 18ാമത്തെ ചോദ്യത്തിലെ ലാസ്റ്റ് ബോണസ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഇതിൽ ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ. ഇപ്പം ആൻസർ കാണിച്ചാണ്. മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും പുതിയ ലോഗോ ഏത് എന്നാണ് ചോദിക്കുന്നത്. അതായത് A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഉത്തരം. അപ്പോൾ ഈ ലോഗോ കണ്ടുപിടിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. അതായിരിക്കും. ബൈ. കാണുന്നു.